എന്തുട്ട പരിപാടി മകളെ കാലത്ത് തന്നെ ചെറിയ ജ്യൂസും ബ്രെഡും ബുൾസയും ഒക്കെ കൂടിയിട്ട് ഒറ്റപ്പെടെ അങ്ങനെ കാലത്തൊരു വൈകുന്നേരം വരെ കിടന്നുറങ്ങി അങ്ങനെ രാത്രിയാകുമ്പോൾ പുറത്ത് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇറങ്ങി. ഇവിടെ ഒരു വെറൈറ്റി ഒരു അമ്പലം ഉണ്ട് പറഞ്ഞ് കാണിച്ചത് എന്താ അങ്ങനെ പോയപ്പോൾ വെറൈറ്റി സംഭവം കേട്ടോ. ഫുള്ള് ചിത്രമൊക്കെ വരച്ചിട്ട് ജാതിര സൈൻ ഇട്ടാ മറ്റേ ഹരഹർ മഹാദേവ് അങ്ങനെ എന്തോ പറയുന്ന ആൾക്കാരില്ലേ, മറ്റേ യു ടൈപ്പ് വലിയ കൂടെയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ എന്താ പറയാന്ന് അറിയില്ല കേട്ടോ ശരിക്ക്. അങ്ങനെ അവരുടെ അമ്പലത്തിലൊക്കെ പോയി ഒരു വെറൈറ്റി അമ്പലം ജാതിര ഉണ്ടാവുന്നുണ്ടോ, കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം നടന്നു. ഇച്ചുപ്രായം പെട്ടു. എൻ്റെ മോൻ വന്നിട്ട് കയറാൻ പറ്റില്ല. പാൻറ് ഇട്ടാരൻ എന്നെ കയറ്റി, ട്രൗസർ ഇട്ടാരൻ ആളെ കയറ്റിയില്ല. എന്താ സംബന്ധിക്ക് മനസ്സിലായില്ല. അങ്ങനെ അവിടുന്ന് പോയപ്പോൾ ഒരു സ്ഥലത്ത് കുറേ വിഗ്രഹങ്ങളൊക്കെ ഒഴുക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ശവങ്ങൾ കത്തിക്കുന്നുണ്ട്. ഒരു ജാതി സ്ഥലം മക്കളെ ഒന്നും പറയണ്ട. അങ്ങനെ നേരെ റൂമിക്ക് വന്നപ്പോഴാണ് ഞാൻ കിച്ചുപ്രാ. പിന്നെ പറയണ്ടല്ലോ, ഇയാൾക്ക് ആരെങ്കിലും പെമ്പിള്ളേർ നല്ല വിശപ്പിന് അസുഖമുള്ള പെമ്പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്. നല്ലൊരു പരിപാടിയാണ്. ഇയാളെ കുറേ ഫുഡ് ഉണ്ടാക്കി, കുറേ ഫുഡ് കഴിക്കുകയും ചെയ്യും. കണ്ടില്ല എന്തോരം വെച്ചിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ച് ഇല്ലാണ്ടായിന്ന് അറിയില്ല നിലയ്ക്കാ. അങ്ങനെ നോക്കി ചോറും നല്ല ചൂടുള്ള സാധനങ്ങളും ആൾക്കാർ ഡെയിലി എന്തെങ്കിലും വേറെ വേറെ ആണ്. അത് കാരണം സുഖമാണ്. നല്ല പിടപെടയാണ് മക്കളെ, ഒരു രക്ഷയില്ല.